എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ പോഷക ഭാഷ എന്ന് പറയുന്ന ഈ ചാനൽ തുടങ്ങാൻ തന്നെ അതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ പോഷൻ ട്രാക്കർ എന്നൊരു ആപ്ലിക്കേഷൻ ഇന്ന് ഒഴിവാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അംഗനവാടിയുടെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അത് കൃത്യമായി മലയാളത്തിൽ വിശദമായി തന്നെ നമ്മളെ ടീച്ചേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ അതിനകത്തുള്ളൂ. അത് കൃത്യമായി ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ടാണ് ഓരോ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളെ ടീച്ചേഴ്സിന് ഒരുപാട് പേർക്ക് അത് സഹായകമാകുന്നുണ്ട്. അതുകൊണ്ട് അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും കുറച്ചുകൂടി മികവുറ്റതാക്കാൻ കഴിയുന്നുണ്ട് എന്നറിഞ്ഞിൽ അതിയായ സന്തോഷം എനിക്കുണ്ട്. ഒപ്പം തന്നെ നമ്മളുടെ സെഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും അല്ലെങ്കിൽ സെഷൻ കണ്ടുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനം കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ കൂടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നീട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ഈ സെഷൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ടീച്ചേഴ്സ് ഉപകാരപ്പെടുന്നുണ്ട്. അതിൽ 20,000 30,000-ലധികം ടീച്ചേഴ്സ് നമ്മുടെ ഓരോ സെഷനുകളും കാണുന്നുണ്ട്. പക്ഷേ ഈ ടീച്ചേഴ്സ് അധികം പേരും സബ്സ്ക്രൈബ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്കറിയാലോ, നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തുകൊണ്ടാണ് ഓരോ സെഷനുകളും ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ ഒരു തവണ തന്നെ വൺ ടൈം ആയിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു അതിയായ സന്തോഷവും ഒപ്പം നമ്മൾക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഊർജ്ജവും കൂടെയാണ്. അപ്പൊ നിങ്ങളുടെ ഒരു പിന്തുണ കൂടെ ഉണ്ടാകണം. നിങ്ങളിൽ ഒരുവനായിട്ട് തന്നെയാണ് നമ്മൾ ഇത്രയും സെഷനുകൾ ചെയ്യുന്നത്. പുറത്തുനിന്നുള്ള ഒരു വ്യക്തിയല്ല. കൃത്യമായി പോഷൻ ട്രാക്കർ എന്താണെന്നും അത് കൃത്യമായി അതെങ്ങനെയാണ് നമ്മൾക്ക് അംഗനവാടി തലങ്ങളിൽ രേഖപ്പെടുത്തേണ്ടത്, നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എല്ലാ ബോധമുള്ള ഒരു ആളായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് പിന്തുണയ്ക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ പ്രധാനമായിട്ടും ഈ സെഷൻ ഇന്ന് ചെയ്യാൻ തന്നെ കാരണം നമ്മൾ പറയാനുള്ളത്, നമ്മളുടെ പോഷൻ ട്രാക്കറിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രജിസ്റ്ററുകളിൽ ഒന്നാണ് നമ്മുടെ ഫാമിലി സർവേ രജിസ്റ്റർ. ആ ഫാമിലി സർവേ രജിസ്റ്റർ നമ്മൾ നാളിതുവരെ ചെയ്തതൊക്കെ നമുക്കറിയാം. നമ്മളെ ഹോം വിസിറ്റുകൾ നടത്തി അവിടുത്തെ എല്ലാ കുടുംബനാഥനെയും അവരുടെ കുടുംബാംഗങ്ങളെയും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് വരുന്നുണ്ട്. ആ രജിസ്റ്റർ നമ്മൾ അംഗനവാടിയിൽ സൂക്ഷിക്കുന്നുണ്ട്. എന്നാൽ പോഷൻ ട്രാക്കറിന്റെ വരവോടുകൂടെ പോഷൻ ട്രാക്കറിനകത്ത് ഇപ്പോൾ ഫാമിലി സർവേ രജിസ്റ്റർ എന്ന് പ്രത്യേകം തന്നെ സജ്ജമായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്ന എല്ലാ സർവേകളും അതിനകത്തേക്കാണ് രേഖപ്പെടുത്തി വരേണ്ടത്. അത് എങ്ങനെയാണ് കൃത്യമായി ഒരു ഫാമിലി സർവേ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള പൂർണ്ണമായ വിശദമായിട്ടുള്ള ഒരു സെഷൻ നമ്മളെ ചാനലുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ചാനലിനകത്ത് നിങ്ങളത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ വീഡിയോ ലിങ്ക് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിലൂടെ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കൃത്യമായിട്ടുള്ള രേഖപ്പെടുത്തലുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കൃത്യമായി വിശദമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ സർവേയുടെ വിവരങ്ങൾ നിങ്ങൾ പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തുക. ഫാമിലി സർവേയിൽ എന്തെങ്കിലും ഒരു കാരണം തെറ്റിക്കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ളത് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഒരു ഫാമിലി ഹെഡിനെയാണ് നമ്മൾ ആദ്യം രേഖപ്പെടുത്തി ഫാമിലി സർവേ രജിസ്റ്റർ തുടക്കം വെക്കുന്നത്. ആ സമയം ഫാമിലി സർവേയിലെ ഹെഡിന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഹെഡിനെ പൂർണ്ണമായിട്ടും നമുക്ക് നീക്കം ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ സാധിക്കില്ല എന്നുള്ള വിഷയം മനസ്സിലാക്കുക. അത് പ്രകാരം നിങ്ങൾ മറ്റുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം. ഈ സെഷൻ ചെയ്യാൻ തന്നെ കാരണമായത് ഒരുപാട് ടീച്ചേഴ്സിന് ഇപ്പോൾ ഫാമിലി സർവേ ചെയ്യണമെന്ന് നിർബന്ധമായിട്ടുള്ള ഒരു നിർദ്ദേശം കിട്ടിയത് കൊണ്ട് ഒരുപാട് പേര് ചെയ്തു തുടങ്ങി. ഈ സാഹചര്യത്തിൽ നമ്മൾ ടീച്ചേഴ്സിന് ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട്. ആ സംശയങ്ങളെ തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെഷൻ തന്നെ തുടങ്ങി വെക്കുന്നത്. ഇതിൽ ആദ്യത്തെ സംശയം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതല്ല, ഫാമിലി സർവേ ചെയ്യുന്ന സമയം എന്തെങ്കിലും തിരുത്തലുകൾ വന്നാൽ പിന്നീട് തിരുത്താൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിൽ ഫാമിലി ഹെഡിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനോ തിരുത്താനോ കഴിയില്ല. പക്ഷെ കുടുംബാംഗങ്ങളെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ തൽക്കാലം നിലവിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി അത് തെറ്റുകൂടാതെ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് വന്നിട്ടുള്ളത്, ടീച്ചേഴ്സിന് സംശയം ഒരുപാട് വരുന്നത്, നമ്മളിപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളിലും ഫേസ് ഓതന്റിക്കേഷനും FRS ഫോട്ടോ എടുക്കലും വെരിഫിക്കേഷൻ ഒക്കെ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഫാമിലി സർവേ ചെയ്യുന്ന സമയം കുടുംബാംഗങ്ങളുടെയോ അല്ലെങ്കിൽ തലവന്റെയോ ഫോട്ടോ എടുക്കണോ എന്നുള്ളൊരു സംശയം ടീച്ചേഴ്സ് ഉണ്ട്. നിലവിൽ പോഷൻ ട്രാക്കറിൽ ഫാമിലി സർവേ ചെയ്യുന്ന സമയം ലൈവായിട്ടോ അല്ലാതെയോ ഒരു ഫോട്ടോയും എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ഫോട്ടോ എടുക്കേണ്ട സാഹചര്യം നിലവിൽ നമ്മുടെ ആപ്ലിക്കേഷനകത്തില്ല. അതുകൊണ്ട് ഫോട്ടോയുടെ കാര്യത്തിൽ നിങ്ങൾ ആരും തന്നെ ബുദ്ധിമുട്ടണ്ട. ഫാമിലി ഹെഡിനെ കണ്ടെത്തുക. അതിനുശേഷം നിങ്ങൾ രേഖപ്പെടുത്തേണ്ട വിഷയങ്ങൾ ഫാമിലിയിലെ കുടുംബാംഗങ്ങളെ ചേർക്കുക എന്നുള്ളതാണ്. പ്രത്യേകം മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ വീട്ടിൽ മുത്തച്ഛനും മുത്തശ്ശി ഉണ്ടാവും, മരുമകളുണ്ടാവും, നാത്തൂനുണ്ടാവും, മരുമകനുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ പേരക്കുട്ടികൾ ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ 4 വ്യക്തികളെ മാത്രമേ ഒരു കുടുംബാംഗമായി ചേർക്കാനുള്ള ഓപ്ഷൻ പോഷൻ ട്രാക്കറിനകത്തുള്ളൂ. ഒന്ന് എന്ന് പറയുന്നത് ഫാമിലി ഹെഡായിട്ട് അവിടെ കുടുംബനാഥയെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഒരു സ്ത്രീയെ കുടുംബനാഥയായിട്ട് ആഡ് ചെയ്യുന്നു.
ഒപ്പം തന്നെ അവരുടെ ഹസ്ബൻഡിനെ അവിടെ റിലേഷൻഷിപ്പ് ചോദിക്കുന്നുണ്ട്, അവിടെ ഹസ്ബൻഡിനെ ആഡ് ചെയ്യുന്നു. പിന്നെ മകനാണ്. അത് എത്ര മക്കളുണ്ടെങ്കിലും മകൻ എന്നുള്ള രീതിയിൽ എത്ര കുട്ടികളെയും അവരുടെ മക്കളെ ആഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അവരുടെ മരുമക്കളെയോ മറ്റുള്ളവരെയോ ആഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ ഫാമിലി സർവേ രജിസ്റ്റർ പൂർത്തിയാക്കേണ്ടത്. പിന്നെ ഫാമിലി സർവേ രജിസ്റ്ററിൽ നമുക്ക് വരുന്ന സംശയങ്ങൾ ഒരുപാടുണ്ട്. അതിൽ അടുത്ത സംശയം എന്ന് പറയുന്നത്, നമ്മൾക്ക് പോഷൻ ട്രാക്കറിനകത്തുള്ള ഗുണഭോക്താക്കളെ നമ്മൾക്ക് കുടുംബാംഗങ്ങളായി രജിസ്റ്റർ ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കും. ഒപ്പം പോഷൻ ട്രാക്കറിൽ നിന്ന് വിട്ടു നിൽക്കുന്ന, അതായത് നമ്മളെ ഗുണഭോക്താക്കളല്ലാതെ പുറത്ത് നിൽക്കുന്ന ആളുകളെ നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിനുള്ള സംവിധാനം ഈ പോഷൻ ട്രാക്കറിനകത്തുണ്ട്. അതിൽ 2 ഓപ്ഷനുകളാണ് ഉള്ളത്. ആദ്യം തന്നെ ഫാമിലി ഹെഡ് ആഡ് ചെയ്യുമ്പോഴും ഫാമിലി മെമ്പറെ ആഡ് ചെയ്യുമ്പോഴും 2 ഓപ്ഷൻ അവിടെ പ്രത്യക്ഷപ്പെടും. ആദ്യം വരുന്നത് ഗുണഭോക്താക്കളെ പോഷൻ ട്രാക്കറിൽ ഉള്ള ആൾ തന്നെയാണോ എങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നുള്ള ഈ ഓപ്ഷൻ കാണാൻ സാധിക്കും. രണ്ടാമത് പോഷൻ ട്രാക്കറിൽ ഇല്ലാത്ത ആളാണോ, അതായത് ഇനി ഫാമിലി സർവേ രജിസ്റ്ററിൽ ചേർക്കാൻ പോകുന്ന കുടുംബനാഥനോ അല്ലെങ്കിൽ മെമ്പറോ പോഷൻ ട്രാക്കറിൽ ഇല്ലാത്ത ആളാണോ അല്ലെങ്കിൽ നമ്മുടെ പരിധിയിലുള്ള ഗുണഭോക്താവല്ലാത്ത ആളാണോ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നുള്ള ഈ 2 ഓപ്ഷൻ നിങ്ങൾ മറക്കാതെ തെറ്റുകൂടാതെയാണ് സെലക്ട് ചെയ്തെടുക്കേണ്ടത്. ഈ ഭാഗത്ത് തെറ്റുകൾ വരാൻ പാടുള്ളതല്ല. ഇത്തരത്തിലെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രകാരം നിങ്ങൾ രേഖപ്പെടുത്തിയ എല്ലാ ഫാമിലി മെമ്പേഴ്സിന്റെയും അതായത് കുടുംബങ്ങളുടെ വിവരങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ സെർച്ച് ബാറും ഉണ്ട്. ഒരു 100-150 എണ്ണൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തെരയേണ്ട കാര്യമില്ല. ഇവിടെ നിങ്ങൾ സെർച്ച് ബാറിൽ പോയി ആ പേര് എൻ്റർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഫാമിലി സർവേയിൽ ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ. ഒരുപാട് തലവേദന ഇല്ലാത്ത കാര്യങ്ങളാണ്, എളുപ്പത്തിൽ തന്നെ ആഡായി പോകുന്നുണ്ട്. ഇവിടെ സെർവർ ഇഷ്യൂവോ സെർവർ പ്രോബ്ലമോ അല്ലെങ്കിൽ ഫേസിന്റെ പ്രശ്നമോ അങ്ങനെ ഒന്നും തന്നെ ഇതിനകത്തില്ല. അപ്പൊ അതുകൊണ്ട് എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ് ഫാമിലി സർവേ രജിസ്റ്റർ. അത് നിർബന്ധമായിട്ടും പരിധിയിലുള്ള മുഴുവൻ ആളുകളെ ഇതിലേക്ക് ആഡ് ചെയ്യണം എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഗുണഭോക്താക്കളെ മാത്രമല്ല അല്ലാത്ത ആളുകളെയും നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരണം. അതിൽ നമുക്കറിയാം, അതിൽ പെർമനന്റ് ആണോ അല്ലെങ്കിൽ സ്ഥിരതാമസമോ അല്ലാത്ത ആളുകളാണോ നമ്മളുടെ പരിധിയിലുള്ളത് കൃത്യമായി അത് പ്രകാരം മനസ്സിലാക്കി അതിനുള്ള എല്ലാ ഓപ്ഷനുകളും നമ്മളുടെ ഈ പോഷൻ ട്രാക്കറിനകത്ത് ഇപ്പോൾ സജ്ജമാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ഇതിനകത്തേക്ക് രേഖപ്പെടുത്തി കൊണ്ടുവരിക. പിന്നെ നമ്മളുടെ വീഡിയോസ് ചെയ്യുന്ന സമയം ഒരുപാട് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് സ്പീഡ് ഉണ്ട് എന്നുള്ളത് പറയുന്നത്. നമുക്കിത് നീട്ടി വലിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം. കാരണം ഇത് ഒരുപാട് ലെങ്ത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപാട് ടീച്ചേഴ്സിന് അത് ബോറടിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉള്ള കാര്യം കറക്റ്റായി കൃത്യമായി ചുരുക്കി അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ആ വീഡിയോസ് വീണ്ടും കേൾക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ. പക്ഷേ പോഷൻ ട്രാക്കറിനകത്ത് ഒരിക്കലും തെറ്റുകുറ്റങ്ങൾ ഇല്ലാത്ത രീതിയിൽ നമ്മളിത് പഠിച്ചെടുത്ത് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വസിച്ചുകൊണ്ട് കൃത്യമായി നിങ്ങൾക്ക് എൻട്രി രേഖപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൃത്യമായി അന്നന്നാൾ തന്നെ ചെയ്ത് തീർക്കുക. പോഷൻ ട്രാക്കർ എന്ന് പറയുന്നത് നമ്മളുടെ ജോലിയുടെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മളുടെ അംഗൻവാടിക്ക് ഏറ്റവും മുതൽക്കൂട്ടാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് എന്നുള്ളത് മനസ്സിലാദ്യം ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 100% വിജയം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും. അത് സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.